കാക്കനാട് അത്താണി ഭവന സമുച്ചയത്തിൽ താമസിക്കുന്ന 33 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുവാനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്ന് പി രാജീവ് MP ആവശ്യപ്പെട്ടു. തൃക്കാക്കരയിൽ അത്താണിയിലെ കുടുംബങ്ങളെ രാജീവ് സന്ദർശിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ജയചന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം PA CD മാസ്റ്റർ, KS രാജീവ്, CP സാജൻ, CA നിഷാന്ത്, PK വിജയൻ, തങ്കച്ചൻ എന്നിവരും MP ഉണ്ടായിരുന്നു. അന്തേവാസികളായ രോഗികളെയും രാജീവ് സന്ദർശിച്ചു. ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ മനോജ് പത്മനാഭനും അന്തേവാസികളെ സന്ദർശിച്ചു. കുടിയൊഴിപ്പിക്കൽ തീരുമാനത്തിനായി ഭവന നിർമ്മാണ ബോർഡ് അധികൃതർ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിനായി കാത്തിരിക്കുകയാണ്. ഏറിക്കിടക്കാൻ മറ്റു സ്ഥലമില്ലാതിരിക്കുന്ന ആളുകളെ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്താണ് താൽക്കാലികമായിട്ടുള്ള സംവിധാനം എന്ന നിലയിൽ ഈ ഫ്ലാറ്റുകളിൽ വാടകയ്ക്ക് താമസിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. അന്നേ കണ്ടിരുന്നു ഒരു സ്ഥിര സംവിധാനം ഉണ്ടാകുന്നതുവരെ ഇവർക്ക് പുതുക്കി നൽകുക എന്ന നിലപാടാണ് അന്നത്തെ ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് ഈ പുതിയ കേരളത്തിലെ ഗവൺമെന്റ് മറ്റൊരു സമീപനം സ്വീകരിച്ചു. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇവരെ ഇറക്കിവിടാനുള്ള നീക്കമുണ്ടായി. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ പ്രശ്നം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തൽക്കാലം കുടിയൊഴിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇനിയും ആ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഹൗസിംഗ് ബോർഡ് ചെയർമാനെ സംസാരിച്ചപ്പോഴും അത് ഗവൺമെന്റിന്റെ ഒരു സമീപനം ഉണ്ടാകേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എല്ലാ തരത്തിലും ഈ കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കുന്നതിനാവശ്യമായിട്ട് ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. അഗ്രിമെന്റിൽ വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 33 മാസം കഴിയുമ്പോഴത്തേക്കും 15% വാടക വർധനത്തോടെ ഇത് വീണ്ടും പുതുക്കാനായിട്ടുള്ള പ്രൊവിഷനുണ്ട്. അതല്ലാതെ 33 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ 4700 രൂപയും കൂടി ഡെപ്പോസിറ്റ് തുകയിലേക്ക് കൂടുതൽ അടപ്പിച്ചിട്ട് പുതിയൊരു കരാറിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പെട്ടെന്ന് 7 മാസം കഴിഞ്ഞിട്ടിരിക്കുക. അതെ. അപ്പം ഇതിന് എനിക്ക് സർക്കാരിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ട് ഈ 33 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവരെ ഇവിടുന്ന് ഇറക്കി വിടാനായിട്ടുള്ള കാരണം എന്താണ്? ഇവരുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി അത്രമാത്രം മെച്ചപ്പെട്ടു പോയത്. ഇവർക്ക് ഇപ്പോൾ പുറത്ത് പോയിട്ട് ഇപ്പം മാർക്കറ്റ് റേറ്റിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ മാത്രമായിട്ടുള്ള രീതിയിലുള്ള അതിന് സർക്കാർ എങ്ങനെയാണെങ്കിൽ ഈ 33 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെ അത്താണി ഭവന സമുച്ചയ പദ്ധതി പ്രകാരം പുനരധിവസിപ്പിച്ച 33 കുടുംബങ്ങളെ തൃക്കാക്കര അത്താണി ഫ്ളാറ്റിൽ നിന്നും യാതൊരു മുൻ ഉപാധിയും കൂടാതെ ഇറക്കിവിടുന്നതിനെതിരെ BJP പ്രക്ഷോഭത്തിലേക്ക്. വ്യാഴാഴ്ച വൈകുന്നേരം വിശ്വ ഹിന്ദു പരിഷത്ത് വിഭാഗ് സെക്രട്ടറി NR സുധാകരൻ, BJP തൃക്കാക്കര നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബാബുരാജ് തച്ചേത്ത്, സെക്രട്ടറി മധു കൊല്ലേത്ത്, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സോമൻ വാളവക്കാട്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ലാൽചന്ദ്, സജീവൻ കരിമക്കാട്, ദേവദാസ് എന്നിവർ ഫ്ളാറ്റിലെ അന്തേവാസികളെ സന്ദർശിച്ചു. ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി KM മാണി, മന്ത്രി അനൂപ് ജേക്കബ്, ജില്ലാ കളക്ടർ, ഭവന നിർമ്മാണ ബോർഡ് മേധാവി, പോലീസ് അധികാരികൾ എന്നിവരെ നേരിൽ കണ്ട കുടിയൊഴിപ്പിക്കൽ നടപടി നിർത്തിവയ്പ്പിക്കുവാനും 33 കുടുംബങ്ങളെ ഫ്ളാറ്റിൽ തന്നെ താമസിപ്പിക്കുവാനും വേണ്ടത് ചെയ്യാമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് വിഭാഗ് സെക്രട്ടറി NR സുധാകരൻ ഉറപ്പു നൽകി. BJP തൃക്കാക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് ബാബുരാജ് തച്ചത്ത് ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുവാനുള്ള നിവേദനത്തിലേക്കുള്ള ഒപ്പുശേഖരണവും നടത്തി. അത്താണി ഭവന നിർമ്മാണ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഈ കേരളത്തിലെ ഏതാണ്ട് 860ഓളം നിർധനരും സ്ഥലവും സ്വന്തമായി വീടുമില്ലാത്തവരെ പാർപ്പിക്കാൻ വേണ്ടി അതിൽ നിന്ന് നറുക്കെട്ടെടുത്ത ഏതാണ്ട് 32ഓളം കുടുംബങ്ങളാണ് ഇവിടെ പാർക്കുന്നത്. നമുക്കറിയാം, അധ്യയന വർഷം ആരംഭിച്ചു. ഇവരുടെ കുട്ടികളെല്ലാം സ്കൂളിൽ ചേർത്തിരിക്കുന്ന ഇവിടെ ഈ താമസിക്കുന്ന അടിസ്ഥാനത്തിൽ ഇവിടെ തന്നെ സ്കൂളിൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയവും അതുമാതിരി തന്നെ പലരും ക്യാൻസർ രോഗികളും അതും ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ സമയത്ത് സർക്കാരിൻ്റെ ഒരു ധിക്കാരപരമായ പെരുമാറ്റമാണ് ഇവരെ യാതൊരു പുനരധിവാസ പാക്കേജും നടപ്പാക്കാതെ റോഡിലേക്ക് ഇറക്കിവിടുക എന്നുള്ളത്. ഇവിടെ ആരും തന്നെ ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അവർക്ക് സമയം കൊടുക്കണം. സ്കൂൾ തുറന്നായ സമയത്ത് ഇവരുടെ കുട്ടികളെല്ലാം സ്കൂളിൽ ചേർത്തിരിക്കുകയാണ്. ആ സമയത്ത് ഇവരോട് നിരുപാധികം തെരുവിലേക്ക് ഇറങ്ങിപ്പോകാനായിട്ട് പറഞ്ഞാൽ അത് തികച്ചും ഇവിടെ ഭരിക്കുന്ന സർക്കാരിൻ്റെയും സ്ഥലം MLA-യുടെയും ഒരു അനാസ്ഥയാണെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഞാനും നമ്മുടെ BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായിട്ട് N സജികുമാറും ഇവിടെ വന്നിരുന്നു. ഇവിടെ രോഗികളായി കിടക്കുന്ന ആളുകളെ ഞങ്ങൾ നേരിട്ട് വീടുകളിൽ പോയി കാണുകയുണ്ടായി. ഇവിടെ സംബന്ധിച്ചോളം ഏതാണ്ട് 33 കുടുംബങ്ങൾ ആണ് ഇവിടെ താമസിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. അവർക്ക് വേറെ ഈ ഭൂമിയിൽ തന്നെ ഒരു സ്ഥലവും സ്വന്തം പേരിലില്ല, വേറെ സംവിധാനങ്ങളുമില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ സർക്കാർ അവരെ പ്രത്യേകം നോക്കി കഴിഞ്ഞ 33 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്താണ് ഇവിടെ ഈ ഒരു ചടങ്ങ് നടത്തി എല്ലാവർക്കും താക്കോൽ കൊടുക്കുകയും
മാസം ഏതാണ്ട് 600 രൂപ വാടക, പിന്നീട് 15 വർഷത്തിൽ കൂട്ടിയെടുത്തിടയ്ക്ക് അങ്ങനെ താമസിപ്പിക്കുകയാണ് സംവിധാനത്തിൽ നിന്നത്. വീട്ടിലെ കാർപോർച്ചിൽ വെച്ചിരുന്ന 2 ഇരുചക്ര വാഹനങ്ങൾ രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ അഗ്നിക്കിരയാക്കിയതായി പരാതി. ആലുവ ചുണങ്ങംവേലി എടുകാട്ടിൽ അബ്ബാസിന്റേതാണ് തീവെച്ചു നശിപ്പിച്ച വാഹനങ്ങൾ. ചുണങ്ങംവേലി യത്തീംഖാനയ്ക്ക് സമീപത്ത് താമസിക്കുന്ന എടുക്കാട്ടിൽ അബ്ബാസിന്റെ കാർപോർച്ചിൽ വെച്ചിരുന്ന ഹോണ്ട സ്പ്ലെൻഡർ, ഡിയോ എന്നീ ഇരുചക്ര വാഹനങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ ആരോ തീയിട്ട് നശിപ്പിച്ചത്. അർദ്ധരാത്രി സ്ഫോടന ശബ്ദവും വെളിച്ചവും കാരണം ഞെട്ടിയുണർന്ന അബ്ബാസ് പുറത്തു വന്നപ്പോൾ കത്തിയെരിയുന്ന 2 വണ്ടികളും തൊട്ടടുത്തിരുന്ന പ്ലാസ്റ്റിക് കസേരയുമാണ് കണ്ടത്. ഉണർന്ന വീട്ടുകാരും അയൽക്കാരും ചേർന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തി. വാഹനങ്ങൾ പകുതിയിലധികവും കത്തിപ്പോയിരുന്നു. ഈ സമയത്ത് തീയണക്കുവാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ പെട്രോൾ ടാങ്കുകൾ പൊട്ടിത്തെറിച്ച് വൻ സ്ഫോടനം ഉണ്ടാകുമായിരുന്നു. വാഹനങ്ങൾ കത്തിച്ചത് ആരാണെന്നതിനെപ്പറ്റി അബ്ബാസിനും ഊഹമൊന്നുമില്ല. ഈ ക്രൂരത ചെയ്യുവാൻ മാത്രം തനിക്ക് ശത്രുക്കളൊന്നുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. വെൽഡിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്ന അബ്ബാസിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന അയൽവാസിയുമായി നേരത്തെ ജോലി സംബന്ധമായ വാക്കുതർക്കമുണ്ടായിട്ടുണ്ട്. അയാൾ വാഹനം അഗ്നിക്കിരയാക്കിയതിന്റെ പിറ്റേന്ന് രാവിലെ ഗൾഫിലേക്ക് പോയതായും അയാൾ വൈരാഗ്യം തീർത്തതാകാം എന്നും നാട്ടുകാർ പറയുന്നു. പക്ഷേ തങ്ങൾ തർക്കമെല്ലാം പറഞ്ഞു തീർത്തതാണെന്നും തനിക്കയാളെ സംശയമില്ലെന്നുമാണ് അബ്ബാസ് പറയുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സംഘം സ്ഥലം സന്ദർശിച്ചു, വിവരങ്ങൾ ശേഖരിച്ചു, അന്വേഷണം ആരംഭിച്ചു. രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു 2:15 ടൈമിന് പെട്ടെന്ന് ബൈക്ക് കത്തനായിട്ട് കിടക്കണ മുറിയിൽ നിന്ന് കണ്ടത്. എങ്ങനെ കത്തിയെന്ന് ഒരു അറിയില്ല. പെട്ടെന്ന് ഞങ്ങൾ വന്ന് വെള്ളം ഒഴിച്ച് തീ കെടുത്തി വലിച്ച് വണ്ടി കാർപോർച്ചിൽ നിന്ന് പുറത്തേക്ക് ഇടുകയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർക്കുന്ന നിലപാടിൽ നിന്നും CPM, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ പിന്മാറേണ്ടി വരുമെന്ന് മുൻ MP PT തോമസ്. ആലുവ പരിസ്ഥിതി സംരക്ഷണ സംഘത്തിന്റെ ഭൂമിമിത്ര പുരസ്കാരം ജസ്റ്റിസ് K സുകുമാരനിൽ നിന്നും ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എന്നും എതിർക്കുന്നവരെ ചരിത്രം ചവിട്ടുകൊട്ടയിലേക്ക് തള്ളുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ചതിന്റെ പേരിൽ വളരെയേറെ പ്രയാസങ്ങൾ വ്യക്തിപരമായി തനിക്ക് നേരിടേണ്ടി വന്നെങ്കിലും ഇതിൽ യാതൊരുവിധ ദുഃഖവും തനിക്കില്ല. പശ്ചിമഘട്ട മലനിരകൾ ഇപ്പോൾ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും സംരക്ഷിക്കുവാൻ കഴിയുകയില്ല. ഇടുക്കി ഉൾപ്പെടെ ഏതാനും ജില്ലകളിലെ കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമായി ഇതിനെ പരിമിതപ്പെടുത്തരുത്. പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാത്തത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നിന്നും അണുവിട വ്യതിചലിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ അൻവർ സാദത്ത് MLA, ചിന്നൻ K പൈനാടത്ത്, CR നീലകണ്ഠൻ, ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. റിപ്പോർട്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടതിന്റെ പേരിൽ വളരെ പ്രയാസങ്ങളൊക്കെ കേട്ടിരുന്നതാണ് എന്നത്തെ ഫീൽ. പക്ഷേ എനിക്കതിനകത്ത് യാതൊരു ദുഃഖമോ ഭേദമോ ഇല്ല എന്ന് മാത്രമല്ല, ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ മാനവകാര്യ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നടപ്പാക്കേണ്ടി വരും. അതിലെത്തി നിൽക്കുന്ന ആളുകൾ ചരിത്രത്തിന്റെ തലച്ചുകൊണ്ടേ മാറപ്പെടും. സീപോർട്ട് എയർപോർട്ട് റോഡിൽ തൃക്കാക്കര വള്ളത്തോൾ നഗറിന് സമീപം കാന നിർമ്മിക്കുന്നതിനായി റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തോടിന്റെ വീതി കുറച്ച് പണിതത് നാട്ടുകാർ തടഞ്ഞ് കാന നിർമ്മാണം നിർത്തിവെപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് കളമശ്ശേരി തൃക്കാക്കര നഗരസഭയിലെ അതിർത്തിയായ തൃക്കാക്കര മുണ്ടുപാലം തോടിന്റെ വശത്തായി തോടിനുള്ളിലേക്ക് തള്ളി കാന നിർമ്മിക്കുവാൻ കോർപ്പറേഷൻ ശ്രമിച്ചത്. സീപോർട്ട് എയർപോർട്ട് റോഡ് 4 വരി പാതയാക്കുന്നതിനുള്ള പണി ദ്രുതഗതിയിൽ നടക്കവെയാണ് റോഡരികിൽ ഗോഡൌൺ പണിയുന്ന സ്വകാര്യ വ്യക്തിയെ സഹായിക്കുവാൻ 9 മീറ്റർ വീതിയിലുണ്ടായിരുന്ന തോട് റോഡിനടിയിലൂടെ 4 മീറ്റർ താഴെയാക്കി ചുരുക്കി പണിതത്. ഇതുമൂലം കാലവർഷം അടുത്തതോടെ തോടിന്റെ വീതി കുറഞ്ഞതിനാൽ കൊച്ചി യൂണിവേഴ്സിറ്റി, തൃക്കാക്കര ജുമാ മസ്ജിദ് ഭാഗങ്ങൾ വെള്ളത്തിനടിയിലാകും. കളമശ്ശേരിയിലെ പള്ളിലാങ്കരയിൽ നിന്നും ഒഴുകിയെത്തുന്ന ഈ തോടാണ് സമീപ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡിന് കുറുകെ വീതി കുറച്ച് പണിത തോടിന്റെ ഭാഗം പൊളിച്ചു മാറ്റി 9 മീറ്റർ വീതിയിൽ തന്നെ ഇത് പണിയണമെന്ന് തൃക്കാക്കര നഗരസഭാ കൗൺസിലർ പ്രദീപ്, കളമശ്ശേരി നഗരസഭാ കൗൺസിലർ സുലേഖ മജീദ് എന്നിവർ ആവശ്യപ്പെട്ടു. തോട് കയ്യേറ്റത്തെക്കുറിച്ചും സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിലേക്ക് വഴിയൊരുക്കുന്നതിനായി തോട് പുറമ്പോക്ക് ഭൂമി നികത്തിയതിനെ ചൊല്ലിയും നേരത്തെ തർക്കം നിലനിന്നിരുന്നു. റോഡ് വീതി കൂട്ടലിന്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടിയിൽ നിന്നും കോർപ്പറേഷൻ പിന്മാറി തോടിന്റെ യഥാർത്ഥ വീതി നിലനിർത്തണമെന്നാവശ്യപ്പെട്ടാണ് വ്യാഴാഴ്ച നാട്ടുകാർ പണിക്കെത്തിയ ജോലിക്കാരെ തടഞ്ഞത്. ഉപരോധത്തിന് CPM ബ്രാഞ്ച് സെക്രട്ടറി സയ്യിദ് K, അൻസാരി, ജബ്ബാർ, മൂസ എന്നിവർ നേതൃത്വം നൽകി.
ബന്ധപ്പെട്ട അധികൃതർ ചർച്ചയ്ക്കായി വെള്ളിയാഴ്ച എത്തുമെന്നാണ് സൂചന. കൈപ്പടവുകൾ മുണ്ടമ്പാലം സീപോർട്ട് റോഡിന്റെ തോടിന്റെ പ്രശ്നവുമായിട്ട് ഞങ്ങൾ നാട്ടുകാരെ കൂടി സീപോർട്ട് എയർപോർട്ട് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഈ തോട് 9 മീറ്ററുണ്ടായ തോട് ഇപ്പോൾ നിലവിൽ ചുരുങ്ങി ഒരു ചെറിയൊരു ഡ്രൈനേജിന്റെ ഭാഗത്തിലെത്തി നിൽക്കുകയാണ്. ഇതുമൂലം 4-ാം വാർഡ് പ്രദേശമായ യൂണിവേഴ്സിറ്റി കാർവണി മൂല ഭാഗങ്ങളിൽ വെള്ളം കയറുകയും ഈ പണി തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പറയുകയുണ്ടായവരോട് ഇത്രയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അവർ അനധികൃതമായിട്ട് ഈ തോടിന്റെ ഉള്ളിലേക്ക് ഡ്രൈനേജ് ഇറക്കി വെക്കുകയാണ് ഉണ്ടായത്. ഈ പ്രദേശത്ത് യൂണിവേഴ്സിറ്റി പള്ളിലാങ്കര മുതൽ നമ്മുടെ തൃക്കാക്കര മുസ്ലിം ജമാഅത്ത് തൃക്കാക്കര അമ്പലം ഭാഗം മുതൽ എല്ലാ വെള്ളവും ഈ വെള്ളം ഇവിടെ വന്ന് തടഞ്ഞ് വളരെയധികം വെള്ളക്കെട്ടുണ്ടാകുന്നതും മറ്റു ബുദ്ധിമുട്ടുകളുണ്ടാകുന്നതും സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെറിയ ചെറിയ വീടുകൾ പോലും വെള്ളത്തിലടിയിലാകുന്നതിനും ഇത് സാധിക്കും. അതുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് ഈ തോട് വീതി കുറച്ചുകൊണ്ട് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി വളരെയധികം അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് ശരിയല്ല എന്നും അതിനെതിരെ പ്രക്ഷോഭം നടപടി മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ RBTCക്കെതിരെ ഒരു പ്രക്ഷോഭം തന്നെ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടി ഏലൂർ ഫാക്ട് ഹെഡ് ഓഫീസിന് മുമ്പിലെ അനിശ്ചിതകാല സമരം തുടരുന്നു. സമരം 227-ാം ദിവസത്തിലേക്ക് കടന്നു. ഫാക്ട് PD വർക്കേഴ്സ് ഓർഗനൈസേഷൻ ജോയിന്റ് സെക്രട്ടറി PM അലിയാണ് വ്യാഴാഴ്ച ഉപവാസം അനുഷ്ഠിച്ചത്. ഡോക്ടർ ഷാജി ഉദ്ഘാടനം ചെയ്തു. സേവ് ഫാക്ട് ആക്ഷൻ കമ്മിറ്റി കൺവീനർ K ചന്ദ്രൻപിള്ള സമരപ്പന്തലിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണാഘോഷങ്ങൾ. കാക്കനാട് അത്താണി ഭവന സമുച്ചയത്തിൽ താമസിക്കുന്ന 33 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുവാനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്ന പി രാജീവ് MP. കുടിയൊഴിപ്പിക്കലിനെതിരെ BJP പ്രക്ഷോഭത്തിലേക്ക്. ആലുവ ചുണങ്ങമ്മേരിയിൽ വീടിന്റെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. പോലീസ് അന്വേഷണം ആരംഭിച്ചു.